23-ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് അനിരുദ്ധും ബോന്തിതയും സൗരഭും സമ്പൂർണ്ണൊക്കെ കൂടിയിട്ട് ഗ്രാമത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗ്രാമത്തിലെത്തിയപ്പോൾ കുട്ടികളെല്ലാവരും കൂടിയിട്ട് വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ ഓടുന്നുണ്ട്. അവിടെ എന്ന് പറയുമ്പോൾ കാറൊക്കെ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല അതിശയമുള്ള കാര്യമാണ്. അപ്പോൾ അവരൊക്കെ ഈ കാറിൻ്റെ പിന്നാലെ ഞങ്ങളുടെ നാട്ടിലേക്ക് കാറ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് ഇത് കണ്ടിട്ട് പറയുന്നുണ്ട്, കുട്ടികളെ കാറിൻ്റെ അടുത്ത് നിന്ന് നീങ്ങി നിൽക്ക്, നിങ്ങൾക്ക് അപകടം പറ്റുമെന്ന് പറഞ്ഞിട്ട് അവരിനെ ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത പെട്ടെന്ന് ഇങ്ങനെ എണിച്ചിട്ട് പറയാണ്, എന്തിനാ അവരെ അങ്ങനെ ചീത്ത പറയുന്നത്, അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഞങ്ങളുടെ നാട്ടിൽ കാറൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാനും ഇങ്ങനെ ഓടിയായിരുന്നു കാറിൻ്റെ പിന്നാലെ, ഞങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ അനിരുദ്ധിനോളിങ്ങനെ പറയാണ്. എന്നിട്ട് അവളെ കാറിലെ സീറ്റിൽ ഇങ്ങനെ എണിച്ച് നിന്നിട്ട് അവരോടൊക്കെ കുട്ടികളോട് പറയാണ്, വേഗം വായോ, ഞാൻ നിങ്ങൾക്ക് മിഠായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് മേടിക്കാൻ വേണ്ടി വായോ എന്നൊക്കെ അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എൻ്റെ ഭർത്താവും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് എന്നൊക്കെ അവളിങ്ങനെ സന്തോഷത്തോടെ ആ കുട്ടികളോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ കാറ് നിർത്തിയിട്ട് സൗരഭ് വേഗം ചെന്നിട്ട് അനിരുദ്ധിന് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട്. പക്ഷേ അനിരുദ്ധിന് അത് കണ്ടിട്ട് ദേഷ്യമാണ് വരുന്നത്. കാരണം അവന് ഒരു ഫ്രണ്ടായിട്ടല്ല, ഒരു മുതലാളിയുടെ പോലെയാണ് അവനെ ഇങ്ങനെ കാണുന്നത് അനിരുദ്ധിനെ സൗരഭ്. അപ്പോൾ അനിരുദ്ധിനാണെങ്കിൽ ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് അവൻ പറയാണ്, നീ ഇവിടെ ഈ വേലക്കാരൻ്റെ പോലെയാണോ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ദേഷ്യത്തിൽ പെരുമാറുന്നുണ്ട് അനിരുദ്ധ്. അപ്പോൾ സൗരഭിനെ കണ്ടിട്ട് മാമി ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നുണ്ട്, ഈ അവൻ്റെ അച്ഛനെ പോലെ തന്നെ അവനും റോയ് ചൗധരിക്കാരുടെ വേലക്കാരനായിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ബോന്തിത്തവനെ അങ്ങനെ കണ്ടിട്ട് അസൂയപ്പെടുന്നുണ്ട്. അവളുടെ കഴുത്തിലത്തെ സ്വർണ്ണങ്ങളൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സമ്പൂർണ്ണയ്ക്കാണ് ഇങ്ങനെയൊക്കെ വരാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നത്, പക്ഷേ ഈ പെണ്ണിനാണ് ഇതൊക്കെ വന്നത്. ഇവൾ വെള്ളസാരി എടുത്ത് നടക്കേണ്ട പെണ്ണാണ്, ഇപ്പോൾ ദേഹം നിറയെ സ്വർണ്ണങ്ങളൊക്കെ ഇട്ട് നടക്കണമെന്നൊക്കെ അങ്ങനെ മാമി ഇങ്ങനെ നിന്ന് അസൂയപ്പെടുന്നുണ്ട്. അപ്പോൾ ബോന്തിതയുടെ മാമ വന്നിട്ട് സൗരഭിനും അനിരുദ്ധിനും ഒക്കെ ഇങ്ങനെ മാലൊക്കെ അണിയിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബോന്തിത ആണെങ്കിൽ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ കളിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ബോന്തിത പറയുന്നുണ്ട്, ഞാൻ ആദ്യം എൻ്റെ അമ്മനെ കാണട്ടെ, എന്നിട്ട് നിങ്ങളുടെ ഒപ്പം കളിക്കാൻ വരാമെന്ന് പറയുന്നുണ്ട്. പിന്നെ മാമയും കൂടിയിട്ട് ചടങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് സമ്പൂർണ്ണ ഇങ്ങനെ അവളുടെ അമ്മയോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അമ്മ എന്താ നന്നായി ക്ഷീണിച്ചുല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ബോന്തിത പറയാണ്, ഇപ്പോൾ എൻ്റെ പിന്നാലെ വടിയായിട്ട് ഓടേണ്ട അവസ്ഥ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാവൂലേ ക്ഷീണിച്ചിട്ടുണ്ടാവുക. അല്ല, എനിക്കുള്ള രസഗുള എനിക്കുള്ള മിഠായികളൊക്കെ തിന്നിട്ട് തടി വയ്ക്കാനാണല്ലോ സാധ്യത കൂടുതൽ, എന്നിട്ട് ഇപ്പം എന്താ ഇങ്ങനെ ക്ഷീണിച്ചെന്നൊക്കെ ബോന്തിത ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മാമി അവളോട് പറയാണ്, നിനക്കൊരു തരി നേരം മിണ്ടാതിരിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ തിരിച്ച് പറയാണ്, ഈ വഴിയിൽ നിന്നൊന്നും മാറിത്തരാൻ പറ്റില്ലേ, എനിക്ക് എൻ്റെ അമ്മേനെ കാണണ്ട, ഞാൻ എങ്ങനെ ഇപ്പം അമ്മേൻ്റെ അടുത്തേക്ക് പോകാമെന്നൊക്കെ ഇങ്ങനെ മാമിയോട് പറയുന്നുണ്ട്. അപ്പോൾ മാമി പറയാണ്, ഈ ചടങ്ങ് കഴിയാണ്ട് നിനക്ക് നിൻ്റെ അമ്മേനെ കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ബോന്തിത അങ്ങനെ ഒന്നും മിണ്ടാണ്ട് അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ചടങ്ങുകൾ ചെയ്യാമെന്ന് സമ്പൂർണ്ണം അങ്ങനെ പറയുമ്പോൾ സൗരഭ് അവളോട് പറയാണ്, നമ്മളല്ല ആദ്യം ചെയ്യേണ്ടത്, അനിരുദ്ധാണ് ആദ്യം ചെയ്യേണ്ടത്, അവനാണ് നമ്മളെയും കാട്ടിയും വലിയ ആൾ, നമ്മളെ ഒരു വേലക്കാരനായിട്ട് അവൻ കാണുന്നില്ല, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ നമ്മുടെ മുതലാളിയാണ്, അപ്പം നമ്മൾ എല്ലാം കണ്ടറിഞ്ഞ് നിൽക്കണം എന്നൊക്കെ സമ്പൂർണ്ണക്ക് ഇങ്ങനെ സൗരഭ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മാമിക്ക് ഇങ്ങനെ അസൂയ ഇങ്ങനെ കയറുന്നുണ്ട്. ഇതാണെങ്കിൽ അപ്പുറത്ത് കുറച്ചിങ്ങനെ നീങ്ങി നിന്നിട്ട് അവൻ അന്നുണ്ടായ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അവനിങ്ങനെ കല്യാണം കഴിക്കേണ്ടി വന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് അവനിങ്ങനെ ആകെ അസ്വസ്ഥനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബോന്തിത അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ വിളിച്ചിട്ട് ഇങ്ങനെ ചടങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. എന്നിട്ട് അവൾ മാമിയോട് പറയാണ്, മാമി വേഗം ചടങ്ങുകളൊക്കെ തുടങ്ങിക്കുമെന്ന് പറയുമ്പോൾ മാമി ഇങ്ങനെ ആർത്തി എടുത്തിട്ട് ഒഴിയുന്നുണ്ട് അവരെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബോന്തിത ഇടയിൽ കൂടെ ഓടുകയാണ് അമ്മേനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാമി ഇങ്ങനെ പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞാൽ ഇവളൊന്ന് അടക്കം ഒതുക്കൊക്കെ വരുമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ ഇവൾ പഴയ പോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് മാമി ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത ആണെങ്കിൽ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു തുണിയുടെ മറവിലാണ് അമ്മ നിൽക്കുന്നത്. എന്നിട്ട് അവൾ പറയാണ്, ഞാൻ അമ്മേനെ ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, നിൽക്ക് ബോന്തിത, കാണാൻ പറ്റേ, നീ അത് ചടങ്ങ് കഴിഞ്ഞിട്ട് വായോ അമ്മേനെ കാണാനെന്നൊക്കെ അമ്മ അങ്ങനെ അവളോട് പറയുന്നുണ്ട്. പക്ഷെ അവൾ പറയാണ്, അമ്മയെ ഒന്ന് കാണല്ലേ വേണ്ടുള്ളൂ, ഞാൻ അമ്മ പറയുന്നതൊക്കെ അനുസരിച്ചില്ലേ, ഇനി എനിക്ക് അമ്മേനെ കാണണം, അമ്മേനെ കെട്ടിപ്പിടിക്കണം എന്നൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ അവളോട് പറയാണ്, നിനക്ക് ഇത്രയും ക്ഷമയല്ലേ ബോന്തിത, നിനക്ക് ഒരു ചടങ്ങ് കൂടിയല്ലേ ബാക്കിയുള്ളൂ, ഇത് കഴിഞ്ഞിട്ട് അമ്മേനെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും ഇങ്ങനെ നിന്ന് സങ്കടപ്പെടുന്നുണ്ട്. ബോന്തിതൊക്കെ ഇങ്ങനെ നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയാണ്, നീ ആദ്യം നിൻ്റെ കണ്ണീര് തുടക്കെ, എന്നിട്ട് നീ പോയി ആ ചടങ്ങ് ചെയ്തിട്ട് അമ്മേനെ കാണാൻ പോയാൽ, എന്നിട്ട് നമുക്ക് നന്നായി സംസാരിക്കുകയൊക്കെ ചെയ്യാമെന്നൊക്കെ അമ്മ അങ്ങനെ അവളോട് പറയാണ്. അപ്പോൾ അവൾ പറയാണ്, ഞാൻ കരയാമെന്ന് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി, അമ്മ ഒരു തുണിയുടെ മറവിലല്ലേ നിൽക്കുന്നത്, പിന്നെ എങ്ങനെ നമുക്ക് മനസ്സിലായി എന്ന് അവൾ ചോദിക്കുമ്പോൾ അമ്മ പറയാണ്, നീ എൻ്റെ മോളല്ലേ ബോന്തിത, നിൻ്റെ ശബ്ദത്തിൽ നിന്ന് നീ സന്തോഷത്തിലാണോ നീ ദുഃഖത്തിലാണോ നീ കരയണോ എന്നൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവുമെന്ന് അവളോട് പറയണമ്മ. അപ്പോൾ അവൾ പറയാണ്, എന്നാൽ അമ്മയുടെ കണ്ണീര് തീർക്കുമെന്ന് പറയുമ്പോൾ അമ്മ പറയാണ്, നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് പറയുമ്പോൾ ഞാനെന്താ അമ്മയുടെ മോളല്ലേ, അമ്മയുടെ ശബ്ദത്തിൽ നിന്ന് എനിക്ക് എല്ലാം മനസ്സിലാവുമെന്ന് അവൾ തിരിച്ച് പറയാണ്.
എന്നിട്ട് അമ്മളോട് ചിരിക്കാൻ പറയുമ്പോൾ അവൾ ചിരിച്ചിട്ട് ചടങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. പിന്നെ മാമ അനിരുദ്ധിനോട് കാല് നീട്ടാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അവൻ കാല് നീട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാമ ഒരു വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കാലുമൊക്കെ ഒഴിക്കാൻ നിൽക്കുമ്പോഴേക്കും അനിരുദ്ധ് അത് തട്ടിയിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തായി ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ മാമ പറയുകയാണ്, ഇത് ചടങ്ങിൻ്റെ ഭാഗമാണ്, മരുമക്കളുടെ കാല് കഴുകണം എന്ന് പറയുമ്പോൾ അനിരുദ്ധ് പറയുകയാണ്, ഇതൊക്കെ തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മയും അച്ഛൻ്റെയും കാല് ഞങ്ങളാണ് കഴുകി കൊടുക്കേണ്ടത്, ഞങ്ങൾക്ക് ഇതിന് അധികാരമില്ല എന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് സൗരഭിനോട് അനിരുദ്ധ് പറയാണ്, നമുക്കത് ചെയ്യാനുള്ള അധികാരമില്ല സൗരഭ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത്ത് ചോദിക്കുകയാണ്, പിന്നെ ആർക്കാ ഇതിനുള്ള അധികാരം എന്ന് പറയുമ്പോൾ അവൻ പറയാണ്, നിൻ്റെ അമ്മയ്ക്കാണ് ഇതിനുള്ള അധികാരം, അമ്മേനെ പോയി വിളിച്ചുകൊണ്ട് പോകാമെന്ന് ബോന്തിത്തോട് പറയുന്നുണ്ട്. അമ്മ ഇതൊക്കെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പം മാമനോട് പറയാണ്, നീ ഞങ്ങൾക്ക് പാപം മേടിച്ച് തരാൻ പോവുകയാണോ, ഇത് ചെയ്തില്ലെങ്കിൽ പാപം കിട്ടും, ഇത് എന്തായാലും ചെയ്യേണ്ട ചടങ്ങാണെന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ്, ഞാൻ എന്തായാലും ഇത് ചെയ്യാൻ പോകുന്നില്ല, വേണമെങ്കിൽ അമ്മേനെ വിളിച്ചിട്ട് അമ്മയുടെ കാല് കഴുകി കൊടുക്കുക, അല്ലാണ്ട് എനിക്ക് ഈ ചടങ്ങിലൊന്നും ഒരു താല്പര്യമില്ലെന്ന് മാമാട് ഇങ്ങനെ അവൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് മാമ പറയാണ്, എന്നാൽ ശരി, ഞങ്ങൾ തരുന്ന ഗിഫ്റ്റെങ്കിലും നിങ്ങൾ മേടിക്കണം, ഇത് ചടങ്ങിൻ്റെ ഭാഗമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഒരു 2 താലത്തിൽ ഗിഫ്റ്റുകൾ ഇങ്ങനെ രണ്ടാൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ അത് സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് ബോന്തിത്ത് പറയാണ് മാമിയോട്, മാമി ഇനി എനിക്ക് എൻ്റെ അമ്മേനെ കാണാമല്ലോ, ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ, ആദ്യം ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുന്ന ഫ്രൂട്ട്സൊക്കെ കാറിൽ നിന്ന് എടുക്കട്ടെ എന്ന് അനിരുദ്ധിനോട് അവൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധ അവളും കൂടിയിട്ട് ആ വണ്ടിയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ അവൾ ആദ്യം ആ കാറിൻ്റെ ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ അവൾക്കത് തുറക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അനിരുദ്ധ വന്നിട്ട് അത് തുറന്നു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലുള്ള പഴങ്ങളൊക്കെ അവളുടെ സാരിയിൽ ഇങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട്. ബോന്തനോട് പറയാണ്, ഞാൻ ഈ പഴങ്ങളൊക്കെ എൻ്റെ അമ്മനെ കൊണ്ട് കഴിപ്പിക്കാൻ പോവാണെന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുകയാണ്, ഓ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ്, ഓ വേറെ ആർക്കാ ഞാൻ കൊടുക്കണ്ട്, നിങ്ങൾക്ക് വേണോ, വേണമെങ്കിൽ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോന്നോ, എൻ്റെ അമ്മ ഇതിൽ നിന്ന് ഒരെണ്ണം തരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ്, ഓ അമ്മയ്ക്ക് സങ്കടമാവില്ലേ എന്ന് പറയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ അമ്മ നല്ല സ്വഭാവമുള്ള ആളാണ്, അമ്മ തരും, അമ്മ എല്ലാവർക്കും കൊടുക്കാനാണ് പറയാറ്, എനിക്കും എല്ലാവർക്കും കൊടുക്കാനാണ് ഇഷ്ടം, പക്ഷേ രസഗുള മാത്രം ഞാൻ വേറെ ആർക്കും കൊടുക്കാറില്ല എന്ന് അവളിങ്ങനെ ചിരിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയണ, ശരി ശരി, നീ പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് സംസാരിക്കുക അമ്മനെ, എന്നിട്ട് ഈ പഴങ്ങളൊക്കെ കൊടുക്കുക, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം അമ്മയുടെ അടുത്തേക്കെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ സങ്കടപ്പെട്ടിട്ട് ചോദിക്കുകയാണ്, ഓ അമ്മനെ കാണാൻ പേടിയാണില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയും, ഞാൻ എന്തിനാ അമ്മനെ കാണാൻ പേടിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, എൻ്റെ അമ്മ വിധവല്ലേ, ഇവിടെയുള്ള എല്ലാവരും എൻ്റെ അമ്മനെ കാണാൻ പേടിയാണ് അവർക്ക്, അമ്മ വിധവയായതുകൊണ്ട് ആരും അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് പോകാറില്ല എന്നൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധനാണെങ്കിൽ ഇത് കേട്ടിട്ട് വളരെ സങ്കടം വരികയാണ്. എന്നിട്ട് അവൻ പറയാണ്, ഞാൻ ഇപ്പം തന്നെ അമ്മയുടെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഒപ്പം അമ്മനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. രണ്ടാളും അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നോക്കിയിട്ട് അനിരുദ്ധ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ബോന്തയുടെ അമ്മ എങ്ങനെ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്, ഇവിടെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനങ്ങൾ പോലും ഇവിടെ ഇല്ലല്ലോ എന്ന് അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് ബോന്ത അവനോട് പറയുന്നത്, എന്താ ഇവിടെ നിൽക്കുന്നത്, എൻ്റെ അമ്മേനെ കാണാണ്ട് എൻ്റെ അമ്മക്ക് ഗിഫ്റ്റുകളൊക്കെ ഒന്ന് കൊടുക്കണ്ടേന്ന് അവനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ പറയാണ്, ഞാൻ വന്നപ്പോൾ നിൻ്റെ അമ്മ മുഖം തിരിച്ച് എന്നെ കാണാൻ അമ്മയ്ക്ക് ആഗ്രഹമില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് അമ്മയോട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എൻ്റെ ഭർത്താവിനെ കാണണ്ടെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയാണ് അനിരുദ്ധനോട്, മോനെ എന്നെക്കൊണ്ട് പാപമാണ് ചെയ്യിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പറയാണ്, അമ്മ ഞാനും ഒരിക്കൽ പാപം ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടല്ലേ അമ്മ ഞാൻ കയറി വന്നപ്പോൾ മുഖം തിരിച്ചതെന്ന് അവൻ പറയാണ്. എന്നിട്ട് അവൻ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ പോന്തിത്തെ മോളല്ലേ അമ്മയുടെ, അപ്പോൾ അവൾക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു പങ്ക് എനിക്കും തരില്ലേ, അതിനുള്ള അധികാരം എനിക്കില്ലേന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എനിക്ക് അമ്മയുടെ അനുഗ്രഹമെങ്കിലും തരണം എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കാല് പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ അവൻ പിടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അമ്മ അങ്ങോട്ട് നീങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് അമ്മ പറയാണ്, നീ തന്നെ എൻ്റെ മോൾക്കൊരു വലിയ അനുഗ്രഹം തന്നെ ആണ്, അപ്പോൾ ഞാൻ എന്തിനാ മോനെ നിനക്ക് അനുഗ്രഹം തരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബോന്തിത്ത് അവിടെ നിന്ന് പറയാണ്, ആൾ വലിയ ആളാ, ഇങ്ങോട്ട് കിട്ടിയാലേ അങ്ങോട്ട് കൊടുക്കുള്ളൂ എന്നുള്ള മൈൻഡുള്ള ആളാണ്, അതുകൊണ്ട് അമ്മ അനുഗ്രഹം കൊടുത്തോ എന്നാലേ അമ്മക്ക് ഗിഫ്റ്റ് കിട്ടുള്ളൂ എന്നിങ്ങനെ ബോന്തിത്ത പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് അനിരുദ്ധ് ഇങ്ങനെ നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അവന് അനുഗ്രഹം കൊടുക്കുകയാണ്. എന്നിട്ട് അമ്മ ചെന്നിട്ട് അവിടെയൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് അവനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ അമ്മ അവിടെ ഒരു പെട്ടി എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് പറയാണ്, ഇത് എൻ്റെ ഒരു സമ്മാനമാണ്, നിങ്ങളുടെ അത്ര വലിയ ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ, ഇത് ചെറിയൊരു സമ്മാനമാണ്, മോനിത് എന്തായാലും മേടിക്കണമെന്ന് അവനോട് പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത്ത അത് മേടിച്ചിട്ട് അവന് കൊണ്ടു കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ പറഞ്ഞില്ല എൻ്റെ അമ്മ നല്ല ആളാണെന്നൊക്കെ അവനോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവനത് മേടിച്ച് തുറന്ന് നോക്കുമ്പോൾ അതിലൊരു ചെറിയ സ്വർണ്ണമോതിരം ഉണ്ടാകുക. ബോന്തിത്ത് പറയാണ്, ഓ ഞാനൊരു കാര്യം മറന്നതെന്ന് പറഞ്ഞിട്ട് അവൾ സാരിയിൽ വെച്ച പഴങ്ങളൊക്കെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി പറയണം, അമ്മേ ഇത് ഒക്കെ കഴിച്ചോ, നല്ല പഴങ്ങളാണ്, ഞാൻ അമ്മയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ്, ഞാൻ എന്നെ എൻ്റെ കൈ കൊണ്ട് അമ്മയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അമ്മ പറയാണ്, എനിക്കിതിപ്പോൾ വേണ്ട, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അമ്മ. അപ്പം എൻ്റെ അടുത്ത് പറയാണ്, അമ്മേ ഞങ്ങൾ അമ്മേനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്, അപ്പോൾ അമ്മ പോകാനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോന്ത പറയാണ്, ഞാൻ അമ്മയുടെ ലഗേജൊക്കെ പാക്ക് ചെയ്യുക, അമ്മയുടെ ഡ്രസ്സൊക്കെ ഞാൻ ഒതുക്കി വെക്കാമെന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ അമ്മ പറയാണ് ബോന്തിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ എങ്ങനെ മോളെ അനുസരണക്കേടൊന്നും കാട്ടണില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബോന്തി പറയാണ്, ഞാൻ അമ്മയോട് ലഗേജ് പാക്ക് ചെയ്യേണ്ട കാര്യമില്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ അമ്മ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് അവളിങ്ങനെ തിരിച്ചു ചോദിക്കുകയാണ് അമ്മയോട്. എന്നിട്ട് ബോന്തിത്ത അനിരുദ്ധിനോട് പറയണം, അമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ അവളോട് ചോദിക്കുകയാണ്, നിനക്കെന്താ എന്നോടൊന്നും പറയാൻ പറ്റില്ലേന്ന് അമ്മ അങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് അമ്മ പറയാണ്, നീ ഒരിക്കലും ഭർത്താവിനെ ധിക്കരിച്ച് ജീവിക്കാൻ പാടില്ല, അവിടെ എല്ലാം പണികളൊക്കെ ചെയ്ത് ജീവിക്കണം, അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് അനിരുദ്ധിന് തീരെ ഇഷ്ടമാവുന്നില്ല. കാരണം അവളോട് വീട്ടുജോലി ചെയ്യാനും പിന്നെ ഭർത്താവിന് സേവനം ചെയ്യാനും പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അനിരുദ്ധ് എണിച്ചിട്ട് പറയാണ്, വീട്ടുജോലി ചെയ്യാനൊക്കെ അവിടെ ഞങ്ങളുടെ വീട്ടിൽ ആൾക്കാരുണ്ട്, വേലക്കാരുണ്ട്, അവർ ചെയ്തോളും. ഇപ്പോൾ പോകുന്നത് എനിക്ക് ഒരു ഉത്തരവാദിത്തമാണ്, ഇവളെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്, അപ്പോൾ ഞാനത് നിർവഹിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഇവൾ എൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും എനിക്കില്ല എന്ന് അവനിങ്ങനെ പറയുന്നുണ്ട്. ബോന്തിത്ത അമ്മോട് പറയാണ്, എൻ്റെ ഭർത്താവുണ്ടല്ലോ ആൾ നല്ല ആളാണ്, ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്നതിന് ശേഷം എനിക്ക് ഭക്ഷണം കിട്ടാണ്ട് നന്നായി വിശന്നു. അപ്പോൾ ഞാൻ അവിടെയുള്ള അടുക്കളയിൽ പോയിട്ട് ഭക്ഷണം തിരഞ്ഞപ്പോൾ അവിടെയുള്ള ആട്ടമൊക്കെ നിലത്ത് പോയി. അപ്പോൾ എല്ലാവരും എന്നെ ചീത്ത പറഞ്ഞു. പക്ഷേ ഭർത്താവ് എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഭക്ഷണമൊക്കെ എടുത്ത് തന്നു, കുറേ കഴിക്കാനൊക്കെ തന്നു. അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെയാണ് ആളും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ബോന്തിത്ത അങ്ങനെ അമ്മോട് പറയുന്നുണ്ട്. എന്നിട്ട് അവൾ പെട്ടെന്ന് ബാക്കിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാവും അവിടെയുള്ള വിഗ്രഹം കാണുന്നുണ്ടാവില്ല. അപ്പോൾ അവൾ അമ്മോട് പറയാണ്, അമ്മേ അവിടെയുള്ള ആ ഗണപതിയുടെ വിഗ്രഹം എവിടെ പോയി, സ്വർണ്ണം കൊണ്ടുള്ളത്, അപ്പോൾ വിഗ്രഹം ഇല്ലാതെ എങ്ങനെ അമ്മ പ്രാർത്ഥിക്കുന്നതെന്ന് അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് 23ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് മിസ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.